സാമിയേ ഓ സ്റ്റഡി ആണല്ലോ. ശരണമയ്യപ്പ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബിസിനസ് പൊട്ടി താഴ്ത്തി വീണ് ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി നല്ല മൂട് പറവച്ച ഞാൻ അങ്ങനെ നിന്നിരുന്ന ഒരാളാ. അവിടുന്ന് പൊട്ടി താഴെ വീണിട്ട് 1000 രൂപ എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേണോ? വേണം. അന്ന് എന്റെ ആറ്റിറ്റ്യൂഡ് മാറി. ഐ ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ്. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ. അതെന്ന് വെച്ചാൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ കേരള. അദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ അവിടെ ഇങ്ങനെ പൊട്ടിയിട്ടില്ലല്ലോ. അതാ വേറെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യും. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺ. അത് ഓജിയുടെ വൈയക്തികമായ കാര്യവും വൈയക്തികമായ വേദനകളുമാണ്. അത് നാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ വേദനയായി മാറി. ഇത് രണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓജി എന്ന ആളുടെ നെറേറ്റീവ്, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഓജി എന്ന ഒരാൾക്ക് ഒരു നെറേറ്റീവ് ഉണ്ട്. എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു, എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, ഇത് വലിയൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അതായത് 1000 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു, പുള്ളി തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു. ഇത് യുവാക്കൾ കേട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മറ്റേതാണ് യുവാക്കൾ കേൾക്കുന്നത് മുഴുവൻ. മറ്റേതാണ് കേൾക്കുന്നത് ഉണ്ടെന്നല്ല, മരണങ്ങൾ, മോഡൽസ്, ഡ്രഗ്, പാർട്ടി. ഈ സാധനത്തിലൂടെ ലൈനൈസ് ചെയ്യപ്പെട്ടത് താങ്കളുടെ ബിസിനസ് വളർച്ച അല്ലെങ്കിൽ തകർച്ച, അതിൽ നിന്ന് തിരിച്ചു വന്നത്, ഇതൊന്നും താങ്കൾ എവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്? എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തു പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? ഞാൻ കുറെ ഇന്റർവ്യൂ ഇടുന്നുണ്ട്, ആദ്യമായിട്ടായിരിക്കും പറയുന്നത് ഈ 1000 രൂപയുടെ നെറേറ്റീവ് ആദ്യമായിട്ടായിരിക്കും പറയുന്നത്. എന്റെ തകർച്ച എന്റെ വളർച്ച ആർക്ക് എന്താ താല്പര്യം? വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാം? അല്ലെ, ഞാൻ എങ്ങനെ പാർട്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഞാനിപ്പോ വേൾഡ് കപ്പിന് പോകുന്നു, ഇതൊക്കെയാണ് ആൾക്കാർക്ക് കാര്യങ്ങൾ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദ്യം? താങ്കളുടെ കൂടെ ഉത്തരവാദിത്തം അത്. താങ്കൾ മറ്റേ കാര്യം പറയുന്നില്ല. ഇതാണ് പ്രശ്നം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ.